ഹായ് ഫ്രണ്ട്സ്, ടെക് ട്രാവൽ ബൈ സോണി ജെൻസി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹോം തിയേറ്ററാണ് നന്നാക്കാൻ പോകുന്നത്. 5.1 ഹോം തിയേറ്റർ. ഓണാകുന്നില്ലെന്ന് പറഞ്ഞ് കസ്റ്റമർ കൊണ്ടുവന്നാണ്. റെഡാണ്, ഒന്നും ഓണാകുന്നില്ല. എന്താണെന്ന് നമ്മൾ അഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്ക്രൂകൾ അഴിക്കുകയാണ്. ഇത് ചിപ്പ്വുഡിലേക്കാണ് ഈ സ്ക്രൂകൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് ഈ തടിക്കകത്ത് കയറി ഈർപ്പം വന്നിട്ടൊരു വേറൊരു രീതി ടൈറ്റായിട്ടിരിക്കും. അപ്പം അതുപോലെ തന്നെ വലിയ സ്ക്രൂ ആയിരിക്കും. നീളത്തിലുള്ള പിരിയുള്ള വലിയ സ്ക്രൂ ആണ് സാധാരണ ചിപ്പ്വുഡിലേക്ക് ചെയ്യുന്നത്. എങ്കിലേ സെറ്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ഇത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്ത് കഴിയുമ്പോൾ ഈ സ്ക്രൂ ലൂസായി പോകും. അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വൈബ്രേഷൻ ഉണ്ടാകാൻ പാടില്ല. സബ്വൂഫറിൻ്റെ കവറാണല്ലോ ഇത്. സബ്വൂഫറിൻ്റെ ബാക്ക് കവറാണ്. നല്ല ടൈറ്റായിട്ട് ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ ശരിക്കും സൗണ്ടിന് വൈബ്രേഷൻ വരും. അതാണ് ഇത്. ഡെഡാണ് ഈ സാധനം. ഇതാണ് സാധനം. നെസ്ട്രോൺ എന്നാണ് ഇതിൻ്റെ പേര്. NEST നെസ്ട്രോൺ എന്ന് പറഞ്ഞൊരു ഹോം തിയേറ്ററാണ്. പക്ഷെ വലിയ കുഴപ്പമില്ല. ക്വാളിറ്റി വൈസിലൊന്നും വലിയ കുഴപ്പം കാണുന്നില്ല. നല്ല മുഴുത്ത ഊഫറാണ്. 8 ഇഞ്ച് സബ് ഊഫറൊക്കെയാണ്. അതിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ച് നമ്മളതിനെ വലിച്ച് എടുക്കുകയാണ്, തുറക്കുകയാണ്. ടൈറ്റായിട്ടായിരിക്കുന്നത്. കാരണം എയർ ഹോളൊന്നും വരാതിരിക്കാൻ വേണ്ടി ടൈറ്റായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെടുത്ത് പുറത്തേക്ക് അടിപൊളി നന്നായിട്ടുണ്ട്. നമ്മളെ എലിക്കുട്ടന്മാർ കയറി മൊത്തം കട്ട് ചെയ്ത് ഞാർക്കിയിട്ടിരിക്കുക. ഏതാണ്ട് വൈരാഗ്യമുള്ളതുപോലെ ചെയ്തിരിക്കുക. അപ്പോൾ എലിക്ക് ഇച്ചിരി തീറ്റയൊക്കെ കൊടുത്തില്ല, എലി ഇത് കൂട്ട് പരിപാടി ചെയ്യും. ഈ സബ്വൂഫറിൻ്റെ എയർ ഹോളുണ്ടല്ലോ, ആ എയർ ഹോളിനകത്തൂടെ അവർ കയറിയിരിക്കുന്നത്. അതിലെ കയറിയിട്ട് അയ്യോ സകല വയറും. അത് കുഞ്ഞായിട്ടല്ല, അടിച്ച് ഞെറുക്കിയിട്ടിരിക്കുന്നു. അത് തിന്നാനൊന്നുമല്ല, വെറുതെ അരിശം തീർത്ത പോലെ. അതോ ഇനി പല്ലിന് മൂർച്ച ഒപ്പിച്ചതാണോ എന്നറിയത്തില്ല. എന്താണെങ്കിലും കൊള്ളാം, പണിയായി നമുക്ക്. ഇത് വലിയ കുഴപ്പമില്ല. ഇത് ട്രാൻസ്ഫോമറാണ്. ഇതൊരു ട്രാൻസ്ഫോമർ വെച്ച് 12 വോൾട്ടായിട്ട് മാറ്റിയിട്ട് ആ ട്രാൻസ്ഫോമർ വെച്ച് IC ആണ്. 2 IC ആണ് വെച്ചിരിക്കുന്നത്. TDS സീരീസ് IC ആണ്. അത് ഒരു ICക്കകത്ത് 3 ചാനൽ വരും. അങ്ങനെ വരുന്ന ഒരു IC ആണ്. അപ്പോൾ അത് 2 വെച്ചിട്ടുണ്ട്. പിന്നെ സബ്വൂഫറിന് സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് കൊട്ടിക്കളഞ്ഞ് ഈ ഓരോന്നായിട്ട് വയറ് ലൈൻ നോക്കി പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇനിയത്തെ പണി. അതുപോലെ മുമ്പ് അതിൻ്റെ ഫ്രണ്ട് വശം അഴിച്ച് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ആ വയറും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. സബ്വൂഫറിൻ്റെ ചെറിയ പണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും റെഡിയാക്കണം. അപ്പോൾ അങ്ങനെ ആ മൊത്തത്തിൽ പണിയാണ്. ഇതുകൊണ്ട് വയറിൻ്റെ അറ്റം മുഴുവൻ പല റേഞ്ചിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെ വയറാണെന്നും അപ്പുറത്തെ സൈഡ് നോക്കി നമ്മൾ മനസ്സിലാക്കി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് കൊടുത്തില്ലെങ്കിൽ ശരിയായില്ല. അപ്പോൾ ആദ്യം നമ്മൾ AC വയർ അങ്ങ് കൊടുത്തു. AC വയർ ത്രൂ ആയിട്ട് നമ്മളങ്ങ് കൊടുത്തു. ACയുടെ ലൈൻ കൊടുത്തു. എന്നിട്ടല്ലേ ട്രാൻസ്ഫോമർ ഓൾട്ടായി വരുമോ, ബോർഡ് വർക്കാവുമോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണമല്ലോ ഈ പരിപാടിയിലേക്കെല്ലാം കടക്കാൻ. അത് കൊടുത്തിട്ട് നമ്മൾ സ്ലീവ് ഇട്ട് ഹീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തു. അപ്പം AC കൊടുത്തു കഴിഞ്ഞ് പിന്നെ ബാക്കി വയറുകളെല്ലാം ഓരോന്നായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പം ഓരോ ലൈനിലും ആവശ്യത്തിന് അതേ ക്വാളിറ്റിയുള്ള വയർ തന്നെ എടുത്ത് അതിൻ്റെ കണക്ഷൻ കൊടുത്ത് അത് സ്ലീവ് ഇട്ട് നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കൊടുക്കുകയാണ്. ഇച്ചിരി സമയമെടുക്കും. അത് പടപടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കൊടുക്കുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. അത് മുഴുവൻ കാണിച്ചാൽ നിങ്ങൾ ബോറടിച്ച് മരിച്ചു പോകും. അത്ര സമയം എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഷീൽഡ് വയർ ഉണ്ട്, ഓഡിയോ വരാൻ വേണ്ടിയിട്ട്. പെൻഡ്രൈവ് ഒക്കെ ഫ്രണ്ടിൽ നിന്ന് കൊടുക്കുമ്പോഴും ബ്ലൂടൂത്ത് ഒക്കെ വർക്ക് ചെയ്യിക്കുമ്പോഴും ഉപയോഗിക്കുന്ന സ്റ്റീരിയോ ഷീൽഡ് വയറാണ്. അതായത് 2 ലൈന് അകത്ത് ഉണ്ടായിരിക്കും. അതിൻ്റെ പ്രത്യേകത സൈഡിൽ ഷീൽഡ്, അതായത് കവറിങ് ഉണ്ടായിരിക്കും. ഷീൽഡ് കവറിങ്ങുള്ള അകത്ത് 2 ലൈനുള്ള ഒരു ഷീൽഡ് വയർ. ഇപ്പോൾ നമ്മൾ അത്രയും പീസ് നമ്മൾ വേറെ നമ്മുടെ ഇരിപ്പുണ്ടാവും വയർ. ആ വയറിനകത്ത് നമ്മൾ വേറെ വയറെടുത്ത് കട്ട് ചെയ്ത ആ ഷീൽഡ് വയർ കണക്ഷൻ. ഇതാണ് ഫ്രണ്ട് ഊരിയെടുത്താണ്. ഫ്രണ്ട് ഊരിയെടുത്ത് ബോക്സിൻ്റെ കണക്ഷന് അതിനിടയ്ക്കൊരു ഇതുണ്ട്. അതിനിടയ്ക്കൂടെ വേണം ഇത് കറക്റ്റ് ചെയ്തെടുക്കാൻ. അപ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ നീളമൊക്കെ നമ്മൾ ഏകദേശം പോയ നീളമൊക്കെ ഏകദേശം കണക്ക് കൂട്ടി. ഇച്ചിരി നീളം കൂടുതൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല, കുറയാതിരുന്നാൽ മതി. കാരണം നമ്മൾ ബാക്കൊക്കെ അഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് ഊരി പോരണമെന്നുണ്ടെങ്കിൽ നല്ല നീളം ഇടണം. അപ്പോൾ നീളമൊക്കെ ഇട്ട് ആ സാധനം നമ്മൾ ചുമ്മാ പുറത്തൂടെ കൊടുത്ത് ഓണാക്കി നോക്കി. കറക്റ്റായിട്ടുണ്ട്, ഇത് ഓണായിട്ടുണ്ട്. പുറത്ത് കൊടുത്ത് എന്നാൽ പെൻഡ്രൈവ് എടുത്ത് ഈ സാധനം പാടുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് അകത്തൂടെ കയറ്റിയിട്ട് കൊടുക്കാം. ഇത് പെൻഡ്രൈവ് വേണ്ട, കൗണ്ട് ചെയ്യുന്നു, പാട്ട് പാടുന്നുണ്ട്. ഇപ്പോൾ കോപ്പറേറ്റ് വരുന്നുണ്ട്. ആ പാട്ട് ഞാൻ ഇട്ടില്ലെന്നുള്ളൂ, അതിന് കേൾപ്പിക്കാം. അപ്പോൾ അങ്ങനെ പാടി ഇത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സാധനം പാക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. യൂട്യൂബ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം
യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഓഡിയോ വലിയൊരു പ്രശ്നമാണ്. വീഡിയോ ആണെങ്കിലും വേറൊരാളുടെ വീഡിയോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മുടെ തന്നെ വീഡിയോ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഓഡിയോ ഒരു 10 സെക്കൻഡിൽ കൂടുതൽ വേറെ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. നമുക്ക് ആ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നായിപ്പോൾ. അത് നമുക്കൊരു മോശവുമാണ് കോപ്പിറൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കണ്ടൻറ്റ് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒറിജിനൽ ഓഡിയോസൊക്കെ പലപ്പോഴും നമുക്ക് കേൾപ്പിക്കാൻ പറ്റാതെ വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ പെരുന്നാളിൻ്റെ പ്രദർശനമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ബാൻഡ് സെറ്റുകാർ പാടുന്ന പാട്ടോ അല്ലെങ്കിൽ വേറെ ചെറിയ ഭക്തിഗാനം വെച്ചിരിക്കുന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അന്നേരം അത് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് വേറെ മ്യൂസിക്കൊക്കെ ഇടാൻ നമ്മൾ നിർബന്ധിതമാകുന്നത്. ആ ടാസ്ക്കൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളിതെല്ലാം കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ചാണ് ഇത് ചെയ്യുന്നത്. ഒന്ന് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും കോപ്പിറൈറ്റ് അടിക്കുന്നത്. അത് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് എഡിറ്റ് ചെയ്ത് മുഴുവൻ മാറ്റി വീണ്ടും ഒന്നേന്ന് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പലപ്പോഴും മ്യൂസിക് ഇടാൻ ഭയപ്പെടുന്നത്. ഇതുകൊണ്ട് എലി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലുമിനിയത്തിൻ്റെ ഒരു നെറ്റ് അവിടെ അടിക്കുകയാണ്. ആ എയർ ഹോളിനകത്ത് ഒരു അലുമിനിയത്തിൻ്റെ നെറ്റ് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ച് അത് പശ വെച്ച് ഒട്ടിച്ച് വെക്കുകയാണ്. ഇനിയിപ്പോൾ എലി അകത്തോട്ട് വന്നാലും എലിക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ലാത്ത രീതിയിൽ നമ്മളത് ചെയ്തു. പിന്നെ നമ്മൾ ആ വയറുകളെല്ലാം കണക്ട് ചെയ്ത് വയറുകളെല്ലാം ആ ഹോളിനകത്തൂടെ ഇട്ട് ഫ്രണ്ടിൽ ഇത് പിന്നുള്ളതുകൊണ്ട് നമുക്ക് ഊരിയെടുത്തിട്ട് ഹോളിനകത്തൂടെ ഇട്ട് ഫ്രണ്ടിൽ കൊടുക്കാം. മാനുഫാക്ചർ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് ഈ വയറെല്ലാം ആവശ്യത്തിനുള്ള വയറ് മാത്രം ഫ്രണ്ടിലിട്ടിട്ട് ബാക്കി വയറുകളെല്ലാം അതിനകത്ത് കിടന്നോളും. കാരണം ഫ്രണ്ടിൽ വലിപ്പക്കുറവാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പം അത് ഗ്ലൂ ഗണ്ണൊക്കെ ഇട്ടാണ് അവർ മറ്റേ ഹോളെല്ലാം ചെയ്തിരിക്കുന്നത്. ആ ഗ്ലൂ ഗണ്ണെല്ലാം എടുത്ത് കളയണം. നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് വേണം പുതിയതായിട്ട് ഇത് കയറ്റിയിട്ട് വീണ്ടും ഗ്ലൂ ചെയ്യണം. ഇതിപ്പോൾ ആ ഹോളിനകത്തൂടെ എയർ പുറത്തേക്ക് തള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വയറിൻ്റെ അവിടെ ഗ്ലൂ ഗണ്ണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം നല്ലപോലെ ചെയ്തിട്ട് ഈ ഇരിക്കുന്ന സൈഡിലിരിക്കുന്ന ഗ്ലൂസ് മുഴുവൻ നമ്മൾ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനം വെച്ച് അത് കംപ്ലീറ്റ് ഇളക്കി മാറ്റിയതിന് ശേഷം അടച്ചെങ്കിൽ മാത്രമേ ഈ സെറ്റ് അടയുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മളങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും ഈ സാധനം അടയത്തില്ല, ഇറങ്ങത്തില്ല. അപ്പോൾ അതെല്ലാം വീണ്ടും വൃത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കണം. അത് മാനുഫാക്ചർ ആദ്യം ഉണ്ടാക്കിയ സ്ഥിതിയിലേക്ക് ആക്കിയിട്ട് അതെല്ലാം പറിച്ച് കളഞ്ഞ് അല്ലെങ്കിൽ ഷാർപ്പായിട്ട് എന്തെങ്കിലും സാധനം വെച്ച് അതെടുത്ത് കളഞ്ഞ് ക്ലിയറാക്കി ഹോളെല്ലാം ക്ലിയറാക്കിയതിന് ശേഷം ഈസി ആയിട്ട് ഇത് കിടക്കും. അങ്ങനെ കടന്നു കഴിഞ്ഞിട്ട് ഗ്ലൂ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ വയറുകളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഊരി വിട്ടിട്ടാണല്ലോ ഇങ്ങോട്ട് കടത്തി വിട്ടത്. ആ കടത്തിയ വയറുകളെല്ലാം കൂടെ നമ്മൾ കറക്റ്റായിട്ട് അതിൽ തന്നെ കണക്ട് ചെയ്ത് മറ്റേ എയർ ഹോളിൻ്റെ അതും ടൈറ്റ് ചെയ്ത് നമ്മൾ നെറ്റ് ഇട്ടതും എല്ലാം ടൈറ്റ് ചെയ്ത് സെറ്റ് നമ്മൾ പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തതിന് ശേഷം അത് നമ്മൾ എങ്ങനെയുണ്ട് അതിൻ്റെ വർക്കിംഗ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഈ വയറുകളൊക്കെ കിടക്കുന്ന വയറുകളൊക്കെ ഇങ്ങനെ ഒരു കാളമ്പുളമായിട്ട് കിടക്കാതെ എല്ലാം ഒന്ന് ടൈ ചെയ്ത് ഒരേപോലെ ഒന്ന് ഒതുക്കി, അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റേറ്റ് ചെയ്ത് എല്ലാം കൂടെ ഒന്നിച്ചായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് കണ്ടാലൊരു വർക്കത്താകുന്ന രീതിയിൽ എല്ലാം ഒന്ന് നല്ലപോലെ ഒതുക്കി വേണം ഇത് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ എന്തെങ്കിലും പശകളോ കാര്യങ്ങളോ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ ആ പശകളെല്ലാം എടുത്ത് കളഞ്ഞ് അതിൻ്റെ ആ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗമെല്ലാം നല്ല വൃത്തിയാക്കണം. അത് പൊടിയും ചിലതൊക്കെ പൊടികൾ കാണും, പിന്നെ പൂപ്പൽ പോലെയൊക്കെ കാണും. അതെല്ലാം ക്ലീൻ ചെയ്യണം. അതെല്ലാം ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് ഒരു കുഞ്ഞു ഹോള് പോലും ഇല്ലെന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം വേണം നമ്മൾ ഇത് പാക്ക് ചെയ്യാൻ. അങ്ങനെ പാക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബാസ് കിട്ടത്തില്ല. മുമ്പേ നമ്മൾ കേൾപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പീക്കർ മാത്രം കൊടുത്തുള്ള ഓഡിയോ ആണ് കേൾപ്പിച്ചത്. സബ് വൂഫർ കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം സബ് വൂഫർ നമ്മൾ വർക്ക് ചെയ്ത് അത് ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ സബ് വൂഫറും എല്ലാം കണക്ട് ചെയ്ത് ഫുള്ളായിട്ട് സെറ്റ് നമ്മൾ പാക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ എയർ ഹോളൊന്നും ഇല്ലെന്നും എല്ലാം ബോധ്യപ്പെടുത്തി. അതുപോലെ തന്നെ ഈ പിന്ന് കുത്തുന്നതിനൊക്കെ ഇച്ചിരി ഗ്ലൂ ഗണ്ണ് ചെയ്യണം കേട്ടോ. കാരണം ഇത് വൈബ്രേറ്റ് ചെയ്യൂട്ടോ, മൊത്തത്തിൽ ഇത് വൈബ്രേറ്റ് ചെയ്യും. സബ് വൂഫർ അതിനകത്തുള്ളതുകൊണ്ട് ഭയങ്കര ഇടിയാണല്ലോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് വൈബ്രേഷൻ ചെയ്ത് ഈ ജിഗുകളൊക്കെ ലൂസാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കമ്പനി അങ്ങനെ ഒരു ഗമ്മിട്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ആ കുത്തിയ പിന്നുകൾക്കെല്ലാം നമ്മളൊരു ഗമ്മിട്ടിന് വേണം ഇത് ചെയ്യാൻ. നമുക്കൊന്ന് കുത്തി ഓണാക്കി പാട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഇപ്പോൾ സെറ്റ് നമ്മൾ കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളത് ഓണാക്കി നമ്മളിപ്പോൾ ഒരു സ്പീക്കറെ കണക്ട് ചെയ്യുന്നുള്ളൂ. ഒരു സ്പീക്കറും സബ് വൂഫറും കൂടെ കണക്ട് ചെയ്ത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും.
के दो रुखसारों पर ഇത് നിങ്ങൾ കണ്ടല്ലോ, പാട്ട് നമ്മൾ വെച്ചപ്പോഴത്തേക്കും നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിരുന്ന പുറകിലത്തെ ഇത് മൊത്തത്തിൽ തള്ളി തെറിച്ചു പോയി. എയർ ഹോൾ ഉണ്ടായിട്ട് വരെ കവർ ഊരി തെറിച്ചു പോയത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ സ്ക്രൂകളെല്ലാം ഇടുകയാണ്. സ്ക്രൂ കുറേ വലിയ സ്ക്രൂ ആയിട്ട് നല്ല ടൈം എടുക്കും. അതും അടുപ്പിച്ച് സ്ക്രൂ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്ക്രൂ ഇട്ടെങ്കിൽ മാത്രമേ ഇതായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുപ്പിച്ച് സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂകളെല്ലാം നമ്മളിട്ട് ഇത് നമ്മൾ പാക്ക് ചെയ്യുകയാണ്. പിന്നെ വയറിൻ്റെ എവിടെയെങ്കിലും ഹോൾ വന്നിട്ടുണ്ടല്ലോ, ആ ഹോളുകളെല്ലാം നമ്മൾ അടച്ച് സെറ്റ് നമ്മൾ ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഫുൾ സ്ക്രൂ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ ആണോ എന്ന് ഒന്നും കൂടെ നോക്കി ഈ സെറ്റ് ഓക്കെ ആണ്, ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുമെന്നുള്ള ഇതുകൊണ്ട് നമ്മൾ നോക്കുകയാണ്. ബ്ലൂടൂത്തും കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് ഇതാണ് ബ്ലൂടൂത്ത് ഓക്കെയാണ്, എല്ലാ ഫങ്ഷനും ഓക്കെയാണ്. FM റേഡിയോയും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഹോം തിയേറ്ററിൻ്റെ റിമോട്ട് ഇതാണ്. ഇതിൻ്റെ റിമോട്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിന് നെസ്ട്രോണിൻ്റെ റിമോട്ട് ഒന്ന് പരിചയപ്പെടുത്തി എന്നുള്ളൂ. നാളെ ആർക്കെങ്കിലും ഇതിൻ്റെ റിമോട്ട് നഷ്ടപ്പെടുക അങ്ങനെ എന്തെങ്കിലും കേസായിട്ട് വന്നാൽ റിമോട്ട് ഏത് രീതിയിൽ ഇരിക്കുന്നുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് ഈ റിമോട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം സെറ്റ് വോളിയം എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, ഫങ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, FM റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ ഫങ്ഷനും വർക്ക് ചെയ്യുന്നുണ്ട്, ലൈനിന് വർക്ക് ചെയ്യുന്നുണ്ട്. 90 FM ഉണ്ട് ഇവിടെ. 90 FM എല്ലാം വർക്കിംഗ് ആണ്, എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, സെറ്റ് ഒക്കെയാണ്. ഇനി നമുക്ക് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. എല്ലാ സ്പീക്കറും ഉണ്ടോ നോക്കി. അപ്പോൾ നാളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.